ഞാൻ ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വരുന്നൊരു വാർത്ത നിരാശപ്പെടുത്തുന്നതാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരേണ്ടിയിരുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നത് നമ്മളെ നിരാശപ്പെടുത്തുന്നു. എന്താണ് അഭിപ്രായം? സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ പുറത്തു വരുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നു എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോന്നിയതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലടക്കം വിവിധ കേസുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കും എതിരായി, അതിക്രമങ്ങൾക്കും എതിരായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണർന്നു വരികയും ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾക്കൊടുവിൽ ഒരു കമ്മീഷനെ ഈ മേഖലയിലെ, സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാൻ നിയോഗിക്കുകയും സർക്കാർ ഖജനാവിൽ നമ്മൾ എല്ലാവരും അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ പണം എടുത്ത് ചെലവഴിച്ച് ആ കമ്മീഷൻ പ്രവർത്തനങ്ങൾ വളരെ സുത്യർഹമായി നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ റിപ്പോർട്ട് സമർപ്പിച്ച ദിവസം നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇത്തരം അനഭിലഷണീയമായ പ്രവണതകളെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി തൊഴിലെടുക്കുവാൻ, സ്ത്രീകൾക്ക് സ്വതന്ത്രമായി തൊഴിലെടുക്കുവാനുള്ള ആ തൊഴിലെന്ന മൗലിക അവകാശം നൽകുന്ന ഭരണഘടനാപരമായ സുരക്ഷയോടുകൂടി തന്നെ നമ്മുടെ വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് നാം എല്ലാവരും കരുതിയത്. പക്ഷെ 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് ഇരുട്ടിലിരുന്നു. ഞാൻ ഓർക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പല മേഖലകളിലും അത്തരം ചൂഷണങ്ങൾക്കെതിരായി ജാഗ്രത ഉയർന്നു വരികയും അതൊക്കെ അതെ. എൻ്റെ ഒരു സ്പെസിഫിക് ആയ ചോദ്യം ബിന്ദു കൃഷ്ണ, ഇത്രയേ ഉള്ളൂ. നമുക്ക് രഞ്ജിനിയെ അവിശ്വസിക്കാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ എന്ന് WCC കൂടി പറയുന്നു. അവർക്കും ഒരു ഭയമുണ്ട്, തൻ്റെ ഐഡന്റിറ്റി പുറത്തു വരുമോ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ, അതുണ്ടാക്കിയേക്കാവുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും, പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് അവർ ഭയക്കുന്നു. അപ്പോൾ അവരെ ഈ റിപ്പോർട്ടൊന്ന് കാണിക്കാൻ കഴിയുമോ എന്നത് മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ നിയമപരമായി എങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ അതിലെന്താണ് ബിന്ദു കൃഷ്ണ നിങ്ങളുടെ ഒരു ടേക്ക്? സർക്കാരിന് ഉറപ്പുവരുത്താലോ, സർക്കാർ പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസ് സർക്കാരും വിവരാവകാശ കമ്മീഷനും പറഞ്ഞത് കേൾക്കുക എന്നതാണ് അല്ലേ? തീർച്ചയായും ഈ വിഷയത്തിൽ സർക്കാരും വിവരാവകാശ കമ്മീഷനും ഉറപ്പ് നൽകുന്നു. അവർക്ക് ആർക്കും തന്നെ ഈ ഇതില് മൊഴി കൊടുത്ത് ഈ മേഖലയിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചവരെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലല്ലോ. അതവരുടെ കർത്തവ്യമല്ലേ, സർക്കാരിന്റെയും വിവരാവകാശ കമ്മീഷന്റെ കർത്തവ്യമല്ലേ. അവരത് നിറവേറ്റണമല്ലോ. അതായത് സർക്കാർ ബോധ്യപ്പെടുത്തുക എന്നതാണ് രഞ്ജിനിയോട്, സർക്കാർ അത് ബോധ്യപ്പെടുത്തുക. പക്ഷേ രഞ്ജിനി എന്നോട് ഇപ്പോൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രഞ്ജിനിക്ക് ആ റിപ്പോർട്ട് കൊടുക്കണം, അത് അവരുടെ അവകാശമാണ് എന്ന നിലയിലാണ് രഞ്ജിനി അതിനെ ധരിച്ചിരിക്കുന്നത്. നമുക്കതിന് നിയമവശം കൂടി ഒന്ന് പരിശോധിക്കാം. എന്നാലും ബിന്ദു കൃഷ്ണ, നിങ്ങളുടെ പൊതുനിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം, അതിനൊരു തടസ്സവും ഉണ്ടാവരുത് എന്നാണ് അല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക മാത്രമല്ല, ആ റിപ്പോർട്ടിന്മേൽ നടപടികൾ ഉണ്ടാകണം. ഇനി ഇത്തരം കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ ഉറപ്പുവരുത്തണം. എല്ലാ മേഖലയിലും എന്നതുപോലെ തൊഴിലിടങ്ങളിലെല്ലാം തന്നെ വൈശാഖ കേസിലെ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഉൾപ്പെടെ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ഈ മേഖല മാത്രം അപ്രാപ്യമായി പോകുന്നത് ശരിയല്ലല്ലോ. വ്യക്തമാണ് ബിന്ദു കൃഷ്ണ.